ഗുഡൗരിക്ക് ഒരു ട്രിപ്പ് പോയാലോ? സ്റ്റാർട്ടിങ് ഫ്രം ദ വേ ടു ദ ഗുഡൗരി. നോ സ്റ്റാർട്ടിങ് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് പ്ലാൻ ഷൂട്ടിംഗ്, വെറുതെ റീൽ എഡിറ്റ് ആക്കാൻ എടുത്തതാണ്. അപ്പോഴാണ് ഐ ഫൗണ്ട് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ ദ പീപ്പിൾ ഹു വിസിറ്റ് ഹിയർ ആൻഡ് ഓൾസോ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ പോകുമ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി നിർത്തി. കുറേ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അനാനുരി ഫോർട്രസിലോട്ട് ബസ് തിരിച്ചു. ഇതാണ് അനാനുരി ഫോർട്രസ് കേട്ടോ. ഇതാണ് അനാനുരി ഫോർട്രസ്. അപ്പോൾ അനാനുരി ഫോർട്രസിലെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഹോണസ്റ്റ്ലി ദ വ്യൂ വാസ് ബ്രീത്ത് ടേക്കിംഗ്. പോകുന്ന വഴിയിൽ ഞാൻ ഒന്ന് സ്റ്റക്കാവും. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഞാൻ നോക്കുമ്പോൾ വരുന്നൊരു കുതിര ചെന്നിട്ടൊക്കെ. ഞാൻ വിചാരിച്ച എന്നിപ്പോൾ തട്ടിയിട്ട് പോകുന്നത്. കുതിര നോക്കുമ്പോൾ ചെറിയൊരു സാധനം ചവിട്ടാൻ പറ്റിയതേ ഉള്ളൂ. ബട്ട് നത്തിങ് ഹാപ്പൻ താങ്ക്ഫുള്ളി. പിന്നെ പോയി വ്യൂ ഒക്കെ കണ്ടു. ഈ ഫോർട്രസിൻ്റെ ഭംഗി എന്താണെന്നറിയോ? മുകളിൽ വേറൊരു വ്യൂവും താഴോട്ട് വരുമ്പോൾ വേറെ ഒരു വ്യൂ. ഇത് കാണാൻ ആക്ച്വലി നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ താഴോട്ട് നടന്നു വരുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ ഷൂ ഇട്ടത് ഗ്രിപ്പില്ലെങ്കിൽ തെന്നി താഴോട്ട് പോകും. ഞാൻ ഒരു 3-4 വട്ടം മറിഞ്ഞടിച്ച് വീണ്. പക്ഷെ ഇത് ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളെ ഫാത്തിമ. അങ്ങനെ പിന്നെ ഫാത്തിമനെ കണ്ടപ്പോൾ ഫാത്തിമ പറഞ്ഞു ഒന്ന് തട്ടം ചുറ്റി തരുമെന്ന്. പിന്നെ പാവല്ലേ ഫാത്തിമല്ലേ വിചാരിച്ച് തട്ടം ചുറ്റി കൊടുത്ത്. ഫാത്തിമ ഒരു യൂട്യൂബറാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ഹെർ ബിക്കോസ് ഐ ലവ് ദ വേ ഷീ ഹാൻഡിൽ എവറിത്തിങ് ഇൻ വെരി പോസിറ്റീവ് വേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിയുമ്പോഴാണ് ഞങ്ങൾ ട്രിപ്പ് കൊണ്ടേ ആൾക്കാർ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇടണമെന്ന് വിചാരിച്ചെടുത്തതല്ല. പിന്നെ ഇതിപ്പോൾ യൂസ്ഫുള്ളായി. ഈ കാണുന്നതാണ് അനാനുരിയിലെ ലേക്ക് കേട്ടോ. ഇത് സമ്മറിലെ ലേക്കാണ്. പക്ഷേ വിൻ്ററിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല, കാരണം ഇറ്റ്സ് ഫ്രോസൺ. ആക്ച്വലി ഇറ്റ് വാസ് ഫുള്ളി ഫ്രോസൺ ദാറ്റ് ടൈം വെൻ വി വെൻറ്റ്. ആ ഗേറ്റ് ആക്ച്വലി ക്ലോസ് ആയിരിക്കാറാണ് പതിവ്. പിന്നെ ഫ്രോസൺ ആയതുകൊണ്ട് അത് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ആ കാണുന്ന ഗേറ്റാണ് കേട്ടോ. ഇത് പുഴ കേട്ടോ. ഇത് പുഴയാണോ? ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കണേ. ഇതൊരു 10,000 വട്ടം ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞിട്ടാണ് ശരിയായത്. കാരണം ഒരാൾ ശരിയാകുമ്പോൾ ഒരാൾ ശരിയാവില്ല, ഒരാൾ റെഡിയാകുമ്പോൾ ഇനി ഒരാൾ റെഡിയാവില്ല. എന്നിട്ട് അവസാനം കിട്ടിയൊരു ക്ലിപ്പാണിത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിവിടെ സ്റ്റുഡൻസ് വെക്കേഷൻ ആകുന്ന സമയത്ത് ഏതെങ്കിലും മലയാളി റെസ്റ്റോറൻറ്റ് ടീം ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകുന്ന സ്റ്റോറിയോ പോസ്റ്റോ ഇടും. അപ്പോൾ ഒരു 30 to 40 ലാരിയാണ് മാക്സിമം ഉണ്ടാവുള്ളൂ. അതായത് നാട്ടിലെ ഒരു 1000 rupees. പക്ഷെ അത് വേർത്താണ് കേട്ടോ, കാരണം ഫുഡ് ഇൻക്ലൂഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ടോട്ടലി വേർത്ത് ദ മണി. ഇതിൽ അങ്ങനെ കുറേ ടീമുണ്ട്. അതായത് ജോർജിൻസിൻ്റെ തന്നെ കുറേ പേജസ് ഉണ്ട്. അതായത് ഡെയിലി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെ മലയാളി റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാർ മിക്കതും വെക്കേഷൻ ആകുന്ന സമയത്തോ അല്ലെങ്കിൽ പീക്ക് വിൻ്ററിലാണ് കൊണ്ടുപോകുക. പക്ഷേ ജോർജിയൻസ് ഇങ്ങനെ ഡെയിലി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ടൂറിസ്റ്റിന്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ട്രിപ്പ് വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ കാർ റെൻ്റ് എടുക്കുക. പക്ഷെ കാറ് റെൻ്റ് എടുക്കുമ്പോൾ അറൗണ്ട് ടോട്ടൽ ഒരു 300 ലാരി പെർ ഡേ ഒക്കെ ആവും. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കാർ ഇസ് ബെസ്റ്റ്. ഇഫ് യു ആർ കമ്മിങ് ആസ് എ ഗ്രൂപ്പ് കാർ ബെറ്ററാണ്. പക്ഷെ അതല്ലാതെ ഒറ്റക്കോ അല്ല 2 ആൾക്കാരോ അങ്ങനെയൊക്കെ ആയി വരികയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ഇവിടെ ട്രിപ്പൊക്കെ വരുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പേജ് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ഇട്ട് തരാം പേജ് കിട്ടിയില്ലെങ്കിൽ കേട്ടോ. പിന്നെ നമ്മൾ ഗുദൗരി സ്കീ റിസോർട്ടിലെത്തി. അവിടെ ആക്ച്വലി ഫണ്ണായിരുന്നു കേട്ടോ. ബട്ട് ദി ഡിസപ്പോയിൻറ്റിങ് പാർട്ട് വാസ് അവിടെ പാരാഗ്ലൈഡിങ് ഉണ്ടായിരുന്നു, വിച്ച് വാസ് അറൗണ്ട് 300 ലാരി പെർ പേഴ്സൺ. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് കയറാൻ, പക്ഷെ കയറാൻ പറ്റിയില്ല. ആൻഡ് ദാറ്റ് വാസ് റിയലി സാഡ്. ആ വിഷമം തീർക്കാൻ നമ്മളെല്ലാവരും കൂടി കേബിൾ കാർ കയറി, വിച്ച് ഇസ് 20 ലാരി പെർ പേഴ്സൺ. 30 minutes ആണ് ഫ്രം ഡൗൺ ടു അപ്പ്. അതിൽ റിട്ടേൺ വരുന്നതും ഇൻക്ലൂഡ് ആവും. അപ്പോൾ ദാറ്റ് വാസ് റിയലി ഫൺ കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര ഭംഗിയായിരുന്നു വ്യൂ. ഈ കേബിൾ കാറിൽ താഴോട്ട് മുകളിലെത്തുന്നവരെ അടിപൊളി വ്യൂ. അതായത് കുറേ ആൾക്കാർ സ്കീ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് പോയില്ല. ഇതാകുമ്പോൾ പോകാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കാണുന്ന പ്രഹസനം എന്താ അറിയോ, കണ്ണിനിമണിയിലെ പാട്ടിന് എഡിറ്റാക്കാൻ വേണ്ടി നടക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ മുകളിലെത്തിയിട്ട് നമ്മളെ മറ്റേ ചെറിയ കുട്ടികളെ മണ്ണിൽ കളിക്കാൻ വിട്ട അവസ്ഥയായിരുന്നു. ഞാനൊക്കെ ഫുള്ള് സ്നോയിൽ കിടന്നിങ്ങനെ നനഞ്ഞ് എൻ്റെ പാൻറ്റൊക്കെ ഫുൾ നനഞ്ഞ് അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്ത് സ്നോ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ് കുറേ ഫോട്ടോസ് എടുത്ത്. ഇതാണ് ആര്യ എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ സ്നോ കയറി. സ്നോയിൽ പോകുന്നല്ല, എങ്ങാനും ഷൂവിൻ്റെ ഉള്ളിൽ സ്നോ കയറി കഴിഞ്ഞാൽ പിന്നെ കാലൊന്നിനും പറ്റൂല, നനഞ്ഞ് അങ്ങ് കാല് നന്നായി പോകും കേട്ടോ.
ഈ വീഡിയോക്ക് ആക്ച്വലി എനിക്ക് എന്താ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് തിരിയുന്നില്ല കേട്ടോ. കാരണം ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് മറ്റേ ഫ്ലിപ്പറാച്ചി നമ്മൾ കളിക്കുന്ന. പക്ഷേ ഞാനിത് ഒരു വട്ടം എടുത്ത് അപ്ലോഡ് ആക്കിയപ്പോൾ കോപ്പിറൈറ്റ് വന്ന്. അപ്പോൾ അവിടെ ഞാൻ അത് റിമൂവ് ചെയ്ത് വീണ്ടും ഒറിജിനൽ വോയിസിലിട്ട്. അപ്പോൾ വീണ്ടും കോപ്പിറൈറ്റ് വന്ന്. അപ്പോൾ എന്താ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ കാണുന്നത് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. കാരണം ഒരാളെ പിടിച്ചിടുക, എന്നിട്ട് അവരെ മേത്ത് മൊത്തം സ്നോ ഇടുക, എന്നിട്ട് അടുത്ത ആളെ പിടിച്ചിടുക, അവരെ മേത്ത് സ്നോ ഇടുക. പിന്നെ നമ്മളൊരു പൂക്കി സ്നോമാനും കൂടി ഉണ്ടാക്കി സ്നോമാൻ്റെ ചുറ്റിനിരുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ കാണുന്നത്. അതിനുശേഷം ഫാത്തിമൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം സ്നോൻ്റെ ഉള്ളിൽ കോക്കോകോള ഇട്ടിട്ട് കഴിച്ചു നോക്കുകയാണ്. പക്ഷേ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ദേക്കോന അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് കേബിൾ കാറിൽ കയറി. കാരണം 6 മണി വരെ ഉള്ളൂ. അതിൽ കയറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മുകളിൽ പെട്ടുപോകും. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് താഴോട്ട് വന്നപ്പോൾ ഞങ്ങളൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.